രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ബി.ജെ.പി. പൂക്കൾ കൊണ്ട് രാഷ്ട്രപതി ഭവൻ മോടി പിടിപ്പിക്കാൻ ടെൻഡർ നൽകി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത. ബി.ജെ.പി. വലിയ രീതിയിൽ PR പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സത്യപ്രതിജ്ഞയ്ക്കുള്ള വേദി നിശ്ചയിക്കുന്നു. നേതാക്കളെല്ലാം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പ്രസ്താവനകൾ പുറത്തിറക്കുന്നു. ബി.ജെ.പി. അനുകൂല മാധ്യമങ്ങളെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും ബി.ജെ.പി. തന്നെ അധികാരത്തിൽ വരുമെന്ന എക്സിറ്റ് പോളുകൾ പുറത്തുവിടുന്നു. എവിടെ നോക്കിയാലും ബി.ജെ.പിക്ക് അനുകൂലമായ ചർച്ചകളും സംവാദങ്ങളും മാത്രം. എന്നാൽ ഒറ്റപ്പെട്ട ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ എക്സിറ്റ് പോളും ചർച്ച ചെയ്യപ്പെടാതെ ഒതുങ്ങിപ്പോവുകയാണ്. ബി.ജെ.പി. ഇങ്ങനെയൊക്കെ അവസാന ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന ഒരു മാനസിക തന്ത്രം തന്നെയാണ്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടന്ന തിരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാതെ പോകുന്ന സാഹചര്യമുണ്ടായാൽ ചെറു പാർട്ടികളെയും കക്ഷികളെയും കൂടെ മനോവീര്യം തകർക്കുക എന്ന ലക്ഷ്യമാണ് ബി.ജെ.പി. ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്. അധികാരത്തിൽ വരാൻ പോകുന്നത് ബി.ജെ.പി. മുന്നണി ആണെന്ന് വീണ്ടും രാഷ്ട്രീയ എതിരാളികളെയും ഒപ്പം ഇതുവരെ മുന്നണിയുടെ ഭാഗമല്ലാത്ത ചെറു പ്രാദേശിക കക്ഷികളെയുമൊക്കെ അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ബി.ജെ.പിക്ക് സാധ്യമാകുമെന്നതാണ് മറ്റൊന്ന്. ഈ അടുത്തൊരു മാധ്യമം മോദി പങ്കെടുത്ത റാലികളുടെയും പൊതുയോഗങ്ങളുടെയും എണ്ണം വെളിപ്പെടുത്തുകയുണ്ടായി. മോദി ഏകദേശം 250ഓളം റാലികളിലും പൊതുയോഗങ്ങളിലുമൊക്കെ പങ്കെടുത്തു. രാഹുലും പ്രിയങ്കയും കൂടി 110ഓളം ഇത്തരം പരിപാടികളിലും പങ്കെടുത്തു എന്നാണ് കണക്ക്. പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ മോദി പറഞ്ഞത് ഇത്തവണ 400 എന്നായിരുന്നു. പിന്നീട് അത് മയപ്പെടുത്തി. 3ഉം 4ഉം ഘട്ടം തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വിയർക്കുന്ന ബി.ജെ.പി. നേതാക്കൾ വർഗീയത മാത്രം പറഞ്ഞാണ് നിലനിന്നു പോകുന്നത് പോലും. ഇവിടെ നിന്നും മോദി രാഷ്ട്രീയം പറയാതെ ജനങ്ങൾക്ക് മുൻപിൽ ചർച്ചയായ സന്ദർഭമായിരുന്നു കന്യാകുമാരിയിലെ മോദിയുടെ ധ്യാനം. സ്വാമി വിവേകാനന്ദനും ധ്യാനവും പക്ഷേ മോദിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിരുന്നു, ഒരു മുന്നേറ്റം തന്നെയായിരുന്നു. അത് സമ്മതിക്കാതെ തരമില്ല. ഒന്നും വാക്കൊണ്ട് മോദി പറഞ്ഞില്ലെങ്കിലും മാധ്യമങ്ങളെ ഒന്നും തന്നെ അദ്ദേഹം കണ്ടില്ലെങ്കിലും അത് വലിയ സംസാരമായിരുന്നു. ഒരു തരത്തിൽ അതൊരു രാഷ്ട്രീയ പ്രസംഗം എന്ന് വേണമെങ്കിൽ വരെ പറയാം. മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞില്ല. പകരം അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും ചർച്ച ചെയ്തു, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചു. ഒരക്ഷരവും പറയാത്ത മോദിയെപ്പറ്റി മാധ്യമങ്ങൾ വാത്തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു, ചർച്ച ചെയ്തുകൊണ്ട് തന്നെയിരുന്നു. ഇതായിരുന്നു അവർക്ക് ആവശ്യമുള്ളതും. ഇതൊരു തന്ത്രമാണ്. രാഷ്ട്രീയ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത പുതിയ രാഷ്ട്രീയ പരീക്ഷണ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നതാണ് ഒരു കാര്യം. ഇതേ തന്ത്രമാണ് പൂക്കളുടെ കാര്യത്തിലും ബി.ജെ.പി. ഇപ്പോൾ പയറ്റിയത്. അത് കേവലം പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള മുന്നറിയിപ്പ് മാത്രമൊന്നുമല്ല, സാക്ഷാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരെയുള്ള മുന്നറിയിപ്പാണ്. ഞങ്ങൾ തന്നെ വരും, അതുകൊണ്ട് പ്രതിപക്ഷം പറയുന്ന വാക്കുകൾ കേട്ട് ഞങ്ങളുടെ അജണ്ടകൾക്കെതിരെ ശബ്ദിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പിന്നെ നമുക്ക് കാണാമെന്നൊരു ധ്വനി ആ മേഖലയിലൊക്കെയുണ്ട്. സമസ്ത മേഖലയിലെ വിഭാഗങ്ങൾക്ക് മോദി അത് നൽകുന്നുമുണ്ട്. അതിനായി മികച്ച PR ടീമും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പ്രതിപക്ഷം നിരന്തരം പരാതി പറയുമ്പോഴും പ്രതിപക്ഷം പോലും ഓർക്കാത്ത വഴിയിലൂടെ പ്രതിപക്ഷത്തിന് ഓർക്കാപ്പുറത്തു നിന്നും അടികൊടുക്കുവാൻ ബി.ജെ.പിക്ക് ഇപ്പോൾ കെൽപ്പുണ്ട്. ഇനി എല്ലാ നിർവചനങ്ങളെയും അസ്ഥാനത്താക്കി ഇന്ത്യ സഖ്യത്തിന് അധികാരം കിട്ടിയാലും സർക്കാർ ഉണ്ടാക്കുക ബി.ജെ.പി. തന്നെയാകും. അതിനവർക്ക് കഴിയും. കാരണം ഏത് വഴിയിലൂടെയാണ് പണി വരിക എന്നത് കാലേക്കൂട്ടി തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കോൺഗ്രസ്സാണ് ഇപ്പോഴുള്ളത്. അതിൽ നിന്ന് മാറുമോ എന്നത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം.